സംഘപരിവാർ സംഘടനകളെ ഒഴിവാക്കി ഹിന്ദു സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ച് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-ന്. SNDP, NSS, മലയരയ സംഘം തുടങ്ങിയ ഹിന്ദു സമുദായ സംഘടനകൾ സംഗമത്തിൽ പങ്കെടുക്കും. അയ്യപ്പ സംഗമത്തിനെതിരെ പരസ്യ എതിർപ്പുമായി സംഘപരിവാർ സംഘടനകളും രംഗത്തെത്തി. ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ശബരിമല എന്ന ബ്രാൻഡിനെ കേരളത്തിൽ നിന്ന് ആഗോളതലത്തിലേക്ക് ഉയർത്താവുന്ന ഏറ്റവും വലിയ ബ്രാൻഡായി മുന്നോട്ട് വെക്കുകയും ഒക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിനിടയിലാണ് ഈ സംഘപരിവാർ സംഘടനകളെ ഒഴിവാക്കാനുള്ള തീരുമാനം. ഇതിൽ പരസ്യ എതിർപ്പും വന്നു കഴിഞ്ഞു. ഇത് വലിയൊരു വിവാദത്തിലേക്ക് നീങ്ങില്ലേ? സ്വാഭാവികമായും അങ്ങനെ ഒരു വിവാദം ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വിവാദമെല്ലാം മുന്നിൽ കണ്ടു തന്നെ ബോധപൂർവം തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യം നമുക്ക് പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 3000 പ്രതിനിധികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരിപാടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പരിപാടി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ തീർത്ഥാടന ടൂറിസം എന്ന നിലയ്ക്കൊക്കെ വലിയ തോതിൽ വരുമാനം ലഭ്യമാകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതിനുവേണ്ടി സർക്കാർ ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും സർക്കാർ കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്ത് ഒരേ സമയം എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്ന വലിയ പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രം എന്ന നിലയിൽ കൂടിയാണ്. അതിനെ കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ സർക്കാർ കാണുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ അതിശക്തമായ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. അന്ന് സർക്കാർ കനത്ത രീതിയിൽ പ്രതിരോധത്തിലാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകൾ ആകെ തന്നെ സർക്കാരിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് NS അടക്കം പരസ്യമായി തന്നെ സമരത്തിലേക്ക് നിന്നു. അതിനൊപ്പം തന്നെ പരിവാർ സംഘടനകളും കോൺഗ്രസും അടക്കം അത്തരം ഒരു സമരത്തിൻ്റെ മുഖത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെ അടക്കം കൂട്ടിയോജിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ SNDP, NSS, മലയര സഭ തുടങ്ങിയ പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകൾ ആ സംഘടനകളുടെ പ്രതിനിധികളെയും ഇതിൽ കൂട്ടിയോജിപ്പിക്കുന്നു. ഈ ഭാവിയിലേക്ക് മറ്റ് KPMS അടക്കമുള്ള സംഘടനകളെയും ഇതിൽ കൂട്ടിയോജിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അവർ അടക്കം ഇതിൽ പങ്കാളികളാവും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അത്തരം സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും എന്നാൽ ഹിന്ദുക്കളുടേത് എന്ന പേരിൽ സംഘപരിവാർ സംഘടനകളുണ്ട്, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളുണ്ട്. ഇവരൊക്കെയും നേരത്തെ സ്ത്രീ പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ അതിശക്തമായ സമരവുമായി രംഗത്ത് നിന്നവരാണ്. അവരായിരുന്നു സമരം യഥാർത്ഥത്തിൽ മുന്നിൽ നിന്ന് നയിച്ചതുമൊക്കെ ആ സംഘടനകളായിരുന്നു. ഈ സംഘടനകളെ ഒഴിവാക്കുന്നു. സർക്കാരിന് പറയാൻ വളരെ കൃത്യമായ ന്യായങ്ങളുണ്ട്. ഇതെല്ലാം മറ്റ് സംഘടനകളാണ്. ഈ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദു സമുദായ സംഘടനകളെയാണ് ക്ഷണിക്കേണ്ടത്. ആ ഹിന്ദു സമുദായ സംഘടനകളെല്ലാം ക്ഷണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രാതിനിധ്യം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സർക്കാരിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ച സംഘടന NSS ആയിരുന്നു. SNDPയും KPMSും അടക്കമുള്ള സംഘടനകളൊക്കെ ആ സമയത്തും സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുമായി ചേർന്ന് നിൽക്കുകയും നവോത്ഥാന നിലപാടുകൾക്ക് അനുകൂലമായ സമീപനമൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത സംഘടനകളാണ്. പക്ഷേ അന്ന് NSS അങ്ങനെയായിരുന്നില്ല. NSS പരസ്യമായി തന്നെ എതിർപ്പ് ഉയർത്തിരുന്നു സർക്കാരിനെതിരെ. അതിശക്തമായ രീതിയിൽ തന്നെയാണ് NSSൻ്റെ എതിർപ്പ് ഉയർന്നത്. NSS പരസ്യമായി തന്നെ ആ സമയത്ത് സമരത്തിനടക്കം നേതൃത്വം നൽകാൻ ഈ BJPയും പരിവാർ സംഘടനകളുമായി ചേർന്നും കോൺഗ്രസുമായി ചേർന്നുമൊക്കെ ആ സമരത്തിലൊക്കെ NSS ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തിയായിരുന്നു. ആ സമരത്തിൻ്റെ ഒരു വലിയ ശക്തിയായി നിന്നത് സാധാരണഗതിയിൽ ഇത്തരം സമരത്തിനിറങ്ങാത്തൊരു സമുദായ സംഘടന NSS ശക്തമായി തന്നെ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഈ പാർട്ടികൾക്കൊക്കെ സമരത്തിന് നിന്ന പാർട്ടികൾക്കൊക്കെ വലിയ ആത്മവിശ്വാസം നൽകിയ ഒരു ഘടകം. ഇവിടെ NSSനെ പൂർണ്ണമായും സർക്കാർ ഒപ്പം നിർത്തുന്നു, SNDPയെ ഒപ്പം നിർത്തുന്നു. മലയര സഭ യഥാർത്ഥത്തിൽ ശബരിമലയുടെ അവകാശമൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു സഭ എന്ന് പറയുന്നത് മലയരയുടെ സഭയാണ്. ആ മലയര സഭയെ സർക്കാർ ഒപ്പം നിർത്തുന്നുണ്ട്. ഇവരൊക്കെ നേരത്തെ തന്നെ മലയര സഭയൊക്കെ നേരത്തെ തന്നെ സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുമായി ചേർന്ന് നിന്ന സംഘടനകളാണ്. എന്തായാലും അത്തരം ഒരു നീക്കത്തിലൂടെ സർക്കാർ ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ കാര്യത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് വിശ്വ ഹിന്ദു പരിഷത്തിനോ BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾക്കൊന്നുമല്ല, നിങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്, നിങ്ങളുടെ അല്ല ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്, അതുകൊണ്ട് ഹിന്ദുക്കൾക്കാണ് അതിൽ അഭിപ്രായം പറയാൻ. ഹിന്ദു സമുദായ
സംഘടനകളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നു. ശബരിമല എന്ന നിലയ്ക്ക് ശബരിമലയിൽ മറ്റ് സമുദായ ഏത് മതത്തിലും ജാതിയിലും പെട്ട ആളുകൾക്കെല്ലാം പ്രവേശനം മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അങ്ങനെയൊക്കെ ആളുകൾ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് മറ്റ് സമുദായ സംഘടനകളെ കൂടി കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും അയ്യപ്പ സംഗമത്തിനെതിരായ ഒരു നിലപാട് BJPയും അനുകൂല സംഘടനകൾ സ്വീകരിക്കുമ്പോൾ അവർ ഒറ്റപ്പെടാനും അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം തന്നെ കൃത്യമായി തന്നെ ഹിന്ദു സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയത്തിന് കൂടിയാണ്, അയ്യപ്പനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തിന് കൂടിയാണ് CPMഉം അതോടൊപ്പം തന്നെ കേരള സർക്കാരും തുടക്കമിടുന്നത്. ശരി കിരൺ, ഇപ്പോൾ CPM നേതാവ് ശ്രീ K. അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ശബരിമലയുമായി അയ്യപ്പ വിശ്വാസികളുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാറിനെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? സംഘപരിവാറിന് ആ ക്ഷേത്രത്തോട് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അയ്യപ്പ വിശ്വാസികളെ അപകടപ്പെടുത്തുന്ന വിധം അവിടെ കേസ് നൽകിയത് സംഘപരിവാർ സംഘടനകളാണ്. തങ്ങളുടെ സ്ത്രീ സമൂഹ നേതാക്കളെ കൊണ്ട് പരാതി കൊടുക്കുക, സുപ്രീം കോടതിയിൽ അതിന് പണം മുടക്കുക, അങ്ങനെ കേസിൽ അനുകൂല വിധി നേടുക. അനുകൂല വിധി നേടിക്കഴിഞ്ഞാൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാം, സ്ത്രീകൾക്ക് മല ചവിട്ടാം എന്ന് ജന്മഭൂമി വാർത്ത കൊടുക്കുക. അതിന്റെ തുടർച്ചയായിട്ട് തങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വ്യക്തമാക്കുക. അതിനുശേഷം വിശ്വാസികളെ ഇളക്കി വിട്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയക്കളി നടത്താം, ഇതൊരു സുവർണാവസരമാക്കാം, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാം, അവിടെ ചോരി ഒഴുക്കാനുള്ള വഴി എന്താണ്, വിശ്വാസികളുടെ പേരിൽ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള വഴി എന്താണ്, ഇതെല്ലാമാണ് സംഘപരിവാരം പരിശ്രമിച്ചത്. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം സംഭവിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ ശബരിമലയിലേക്ക് സംഘപരിവാർ തിരിഞ്ഞു നോക്കുന്നേയില്ല. അവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളേ ഇല്ല. താല്പര്യം നഷ്ടപ്പെട്ടു. തങ്ങൾക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ശബരിമല ഒരു നിമിത്തമാകും എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷെ ശബരിമലയെ ദുരുപയോഗിച്ചുകൊണ്ട്, വിശ്വാസികളെ ദുരുപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത വിധം കടന്നാക്രമണത്തിന്റെ വേദിയായി ശബരിമലയെ ദുരുപയോഗിച്ചതോടുകൂടി ഉള്ള അക്കൗണ്ട് പോലും നഷ്ടപ്പെട്ട ഗതികേടിലാണ് സംഘപരിവാരം നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു, എല്ലാ വിശ്വാസമൂർത്തികളും LDFനോടൊപ്പമാണ്. വിശ്വാസികൾ മാത്രമല്ല, അവരുടെ മൂർത്തികളും LDFനോടൊപ്പമാണ്. അതിന് കാരണം 5 കൊല്ലക്കാലം ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലൂടെ മാത്രമല്ല, കോവിഡ് കാലത്ത് നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നു. അവിടെ തിരി കൊളുത്തുമ്പോൾ പടുതിരി കത്തി ആരാധനാലയങ്ങൾ തകർന്നു പോകണം എന്നാണ് സംഘപരിവാർ ആഗ്രഹിച്ചത്. 100 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനടക്കം കേരള സർക്കാർ നൽകി അവിടെ ഒരു കാരണവശാലും തിരികെടാൻ സംരക്ഷിക്കണം, വിശ്വാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. എല്ലാ മതവിശ്വാസികളോടും സർക്കാരിന് അതേ താല്പര്യം. ഇതൊക്കെ CPMന്റെ ആരോപണങ്ങളാണ്. പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഏതൊരാൾ പറയുകയാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ മറ്റാർക്കും കഴിയില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഈ പരിവാർ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണ്, ഞങ്ങളെ കൂടി ഈ സംഗമത്തിൽ ഉൾപ്പെടുത്തണം എന്ന് അവർ പറഞ്ഞാൽ, അവർ അയ്യപ്പ വിശ്വാസികളായി ഞങ്ങളെ എന്തിനു ഒഴിവാക്കുന്നു എന്ന് അവർ ചോദിച്ചാൽ അതിനെന്ത് മറുപടി പറയും? ഒരാളുടെ വിശ്വാസത്തെ നമുക്ക് അളന്നെടുക്കാൻ സാധ്യമല്ലല്ലോ. അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. ആ സംഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘപരിവാരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധമുള്ള സദുദ്ദേശപരമായ താല്പര്യങ്ങളുമില്ല എന്ന് നാടിന് ബോധ്യപ്പെട്ടതല്ലേ? ആ ബോധ്യം നിലനിൽക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ശബരിമലയിലെ